ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേരളത്തിലെ ആദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്തൊന്ന് സെറ്റ് ആക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ്? കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ്? കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിൽ ഒരു പുഴയുണ്ടെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ കുളത്തൂപ്പുഴ, കുളത്തൂപ്പുഴ, അല്ലെങ്കിൽ കുളം ഉണ്ടെന്നും കൂടെ ഓർത്തോളൂ കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാടാണ്. പലതരത്തിലുള്ള വ്യവസായങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർക്കാം അല്ലെ. പല എന്നുള്ള രീതിയിൽ പാലക്കാട് കേട്ടോ. പലതരത്തിലുള്ള വ്യവസായം. അപ്പൊ വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട്. കേരളത്തിലെ ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട്. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം, നമ്മുടെ കോഴി കാലത്തേറ്റ് കൂവുന്നത് ഹിന്ദുസ്ഥാനി രാഗത്തിലാണെന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ. ഇനി രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെയാണ്? കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടണം എന്നില്ല അല്ലെ. പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ ചില ആൾക്കാർ കക്കണ്ടി വരും എന്നൊക്കെ വെറുതെ ഓർക്കാം കേട്ടോ. അപ്പൊ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം, രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. അപ്പൊ കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തൂപ്പുഴ. കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട്. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോട്. രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് പോയിന്റ്സ് നോക്കാം. രാജ്യത്തിൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ജില്ലാ ആശുപത്രി ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് കേട്ടോ. എറണാകുളം ജനറൽ ആശുപത്രിയാണ്. അപ്പൊ രാജ്യത്തിൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഇത് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് അല്ലെ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം അല്ലെ. ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഭരണഘടനയൊക്കെ നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ നമ്മൾ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുക കേട്ടോ. അപ്പൊ കൊല്ലം. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാ? കരിക്കകം. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കരിക്കകം. കരിക്കൊക്കെ പൊട്ടിച്ച് നമ്മൾ അതിനകത്തുള്ള കരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുമല്ലോ അല്ലെ, ഇങ്ങനെ പൊക്കി എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഓർക്കാം. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കരിക്കകം. രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല. ഓക്കെ, രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ അത് കേരള സർവകലാശാല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ? രാജ്യത്തിൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ജില്ലാ ആശുപത്രി ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കരിക്കകം. രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല. സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഡിംഗ് പഠനം ഒരുക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മലപ്പുറത്താണ് കേട്ടോ. സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഡിംഗ് പഠനം ഒരുക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം. ഓക്കെ, മലയുടെ മുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കോടയൊക്കെ കാണാൻ പറ്റും അല്ലെ. കോടയല്ല, കോഡിംഗ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഡിംഗ് പഠനം ഒരുക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനം കേരളം. പ്രായപരിധി ഇല്ലാതെ സൗജന്യമായി യോഗ പഠിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയാണ് യോഗ ഫോർ ഓൾ. പ്രായപരിധി ഇല്ലാതെ സൗജന്യമായിട്ട് യോഗ പഠിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടി ഏതാണ്? യോഗ ഫോർ ഓൾ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലാമ്പാറ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് കേട്ടോ. ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലാമ്പാറ. പുല്ല് പോലെയൊക്കെ നമുക്ക് ഡിജിറ്റൽ സാക്ഷരതയൊക്കെ കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. നമ്മൾ വേഗം പഠിച്ചെടുക്കുന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ പുല്ലാമ്പാറ ഓർത്തു വെക്കണം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലാമ്പാറ. സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്.
സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് കോഴിക്കോട്. കോഴിയുടെയൊക്കെ അവയവമൊക്കെ മാറ്റി വെക്കുന്നൊക്കെ വെറുതെ നമുക്ക് കണക്ട് ചെയ്യാം. അവയവമാറ്റ ആശുപത്രി എവിടെയാണ്? കോഴിക്കോട്. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ആദ്യ ആദ്യ ചട്ടമ്പസ്വാമി പ്രതിഷ്ഠ ക്ഷേത്രം നിലവിൽ വന്നിട്ടുള്ളത് കണ്ണമ്മൂലയിലാണ് കേട്ടോ. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ആദ്യ ചട്ടമ്പി സ്വാമി പ്രതിഷ്ഠ ക്ഷേത്രം നിലവിൽ വന്നിട്ടുള്ളത് കണ്ണമ്മൂല. ഉം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ സംസ്ഥാനത്തെ ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഡിംഗ് പഠനം എവിടെയായിരുന്നു? മലപ്പുറം അല്ലെ. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് നമ്മുടെ കേരളത്തില്. പ്രായപരിധി ഇല്ലാതെ സൗജന്യമായിട്ട് യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശീലന പരിപാടി ഏതാ? യോഗ ഫോർ ഓൾ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലാമ്പാറ. സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് കോഴിക്കോടാണ്. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ആദ്യ ചട്ടമ്പി സ്വാമി പ്രതിഷ്ഠ ക്ഷേത്രം നിലവിൽ വന്നിട്ടുള്ളത് കണ്ണമ്മൂല. സെറ്റാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. കിട്ടുന്നില്ല എല്ലാവർക്കും? ഇനി കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പ്രത്യേക കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പ്രത്യേക കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചി. അല്ലെ, ശിശുക്കൾ എന്നൊക്കെ പറയുമ്പോൾ കൊച്ചുങ്ങളായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ കൊച്ചിയിൽ തന്നെയാണെന്ന് ഓർത്തു വയ്ക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളി മിന്നുമണി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? മിന്നുമണി. ടൂറിസം വകുപ്പിന് കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് ആക്കുളത്താണ് കേട്ടോ. ടൂറിസം വകുപ്പിന്റെ കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? ആക്കുളം. ഓക്കെ. കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് ആക്കുളം. ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആകെ കുളമാവും അല്ലെ. ഇനി കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ളത് എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ളത് എവിടെയാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM എറണാകുളം. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം വലിയങ്ങാടിയാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം ഏതാ? വലിയങ്ങാടി കേട്ടോ. വലിയങ്ങാടി വലിയ ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെയായിരുന്നു അല്ലെ. വലിയങ്ങാടി ഓർത്തു വെക്കാം. കോഴിക്കോട് ജില്ലയിൽ. ഇനി സ്ട്രാങ്ക് ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത എസ് സന്ധ്യ. സ്ട്രാങ്ക് ലൈസൻസ് സ്വന്തമാക്കിയുള്ള കേരളത്തിലെ ആദ്യ വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് സന്ധ്യ. സ്ട്രാങ്ക് സന്ധ്യ ഓർത്തു വെക്കുക കേട്ടോ. സ്ട്രാങ്ക് ലൈസൻസ് സ്വന്തമാക്കിയുള്ള കേരളത്തിലെ ആദ്യ വനിത ആരാണ്? എസ് സന്ധ്യ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ തദ്ദേശ സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വടകര മുനിസിപ്പാലിറ്റിയാണ്. ശുചിത്വമാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ തദ്ദേശ സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വടകര മുനിസിപ്പാലിറ്റി. അപ്പൊ വടയൊക്കെ നല്ല ശുചിത്വത്തോടെയൊക്കെ നമ്മൾ കഴിക്കണം എന്നൊക്കെ ഓർക്കാം അല്ലെ. വടകര മുനിസിപ്പാലിറ്റി. അപ്പൊ പോയിന്റ്സുകൾ നോക്കാം ഒന്നും കൂടെ. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പ്രത്യേക കോടതി എവിടെയാ? കൊച്ചിയിൽ അല്ലെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ആദ്യത്തെ മലയാളി മിന്നുമണി. ടൂറിസം വകുപ്പിന് കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? ആക്കുളം. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ള എറണാകുളം. സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് വലിയങ്ങാടി. സ്ട്രാങ്ക് ലൈസൻസ് സ്വന്തമാക്കിയുള്ള കേരളത്തിലെ ആദ്യ വനിത എസ് സന്ധ്യ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ തദ്ദേശ സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വടകര മുനിസിപ്പാലിറ്റി. അടുത്ത പോയിന്റ് നോക്കാം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആദ്യ റേഷൻ കട നിലവിൽ വന്നിട്ടുള്ളത് ഇവിടെയാണ്, പുളിമൂടാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ പുളിമൂടാണ്. അപ്പൊ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആദ്യ റേഷൻ കട എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുളിമൂടാണ്, തിരുവനന്തപുരം. റേഷൻ കടയിൽ പുളിയൊക്കെ കിട്ടുന്നൊക്കെ വെറുതെ ഒന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ പുളിമൂട് തിരുവനന്തപുരം ജില്ലയിൽ. ഇനി കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ കട്ടപ്പനയാണ്. കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ കട്ടപ്പന അല്ലെ. വിധവകൾക്കൊക്കെ നമ്മൾ കട്ട സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ ഓർക്കാം അല്ലെ. കട്ടപ്പന. സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ള നിയോജക മണ്ഡലം കാട്ടാക്കട. സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാകുന്നതിനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ള നിയോജക മണ്ഡലം ഏതാ? കാട്ടാക്കട അല്ലെ. ഇതേപോലെയുള്ള വെതറൊക്കെ ഇങ്ങനെയൊക്കെയാണ് വെതറെങ്കിൽ നമ്മൾ എന്ത് കാട്ടാനാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ കാട്ടാക്കട ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കാട്ടാക്കടയാണ്, കടയുണ്ട് കേട്ടോ, കാട്ടാക്കട. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാടാണ്. തരിശുരഹിതയാണ് അല്ലെ. അപ്പൊ കാട് പോലെയൊക്കെ വന്നു എന്നൊക്കെ നമുക്ക് ഓർക്കാം. അന്തിക്കാടാണ്. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്താണ് അന്തിക്കാട്. തരിശൊന്നുമില്ല, അപ്പൊ കാട് പോലെയൊക്കെ വളർന്നു എന്ന് ഓർക്കാം. അന്തിക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. ഈ ഹരിത നിറം പച്ച കളറൊക്കെ കരയോട് അടുക്കുമ്പോ
വരില്ലേ? അപ്പൊ കരയിൽ ഇങ്ങനെ കുറെ പച്ച കളർ ഉണ്ടെന്നൊക്കെ ഓർക്കാം. കരവാരം കേട്ടോ, കരവാരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കിളിമാനൂര്. പച്ച കളറിൽ കിളി ഉണ്ടെന്ന് ഓർക്കാം അല്ലെ? പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ്, അത് കിളിമാനൂര് കേട്ടോ, ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് കിളി. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബസ്സിന്റെ കിളിയായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ? ബ്ലോക്ക് വരുമ്പോൾ ബസ്സിലെ കിളിയൊക്കെ ആക്റ്റീവ് ആവുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. കേരളത്തിലെ ബാലന്മാർക്ക് ഇങ്ങനെ പുഴയിൽ പോകാനുള്ള ടെൻഡൻസി ഒക്കെ കുറച്ച് കൂടുതലാന്ന് ഓർക്കും. അപ്പൊ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. അപ്പൊ ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചുള്ള നിയോജക മണ്ഡലം കാട്ടാക്കട്. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. കരവാരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? കിളിമാനൂര്. പച്ചത്തുരുത്ത് ബ്ലോക്കാണ്, ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര്. അപ്പൊ ബ്ലോക്കിൽ കിളി ആക്റ്റീവ് ആവുന്ന ഓർക്കാം, ബസ്സിലെ കിളി. അതേപോലെ തന്നെ പച്ച കളറിൽ നമ്മുടെ തത്ത പോലെയൊക്കെ ഓർക്കുക കേട്ടോ, കിളിയായിട്ട് മറ്റേ കിളിയായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ്. ഇനി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ മെറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷയാണ്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ മെറൈൻ ആംബുലൻസ് അല്ലെ, എല്ലാവരുടെ ഒരു പ്രതീക്ഷയാണല്ലോ. അപ്പൊ പ്രതീക്ഷ ഓർത്തു വെക്കുക കേട്ടോ. പ്രഥമ ദേശീയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടിയാണ് കേട്ടോ. മീനങ്ങാടി വയനാട് ജില്ലയിലാണ്. അപ്പോൾ ദേശീയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം നേടിയുള്ള കാർബൺ ന്യൂട്രൽ കേട്ടോ, വിശേഷ പുരസ്കാരം നേടിയുള്ള കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് മീനങ്ങാടി വയനാട് ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് കേട്ടോ, ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഓർത്തു വെക്കണേ, ചക്കിട്ടപ്പാറ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടു പോയാൽ മതി, നിങ്ങളുടെ മൈലിൽ നിന്നോളും ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? പിരപ്പൻകോട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അത് എവിടെയാണ്? പിരപ്പൻകോട്. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പള്ളിച്ചലാണ്, തിരുവനന്തപുരത്തെ പള്ളിച്ചൽ. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരത അല്ലെ, സാക്ഷരതയ്ക്കൊക്കെ മുമ്പ് നമ്മൾ പള്ളിയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയെന്നൊക്കെ ഓർക്കാം. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്താ? പള്ളിച്ചലാണ് കേട്ടോ. ഏതാണ്? പള്ളിച്ചൽ, തിരുവനന്തപുരത്ത്. പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷയാണ്. പ്രഥമ ദേശീയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി വയനാട്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പിരപ്പൻകോട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പള്ളിച്ചലാണ്, തിരുവനന്തപുരം. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടുള്ളത് കൊല്ലം ജില്ലയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല കേട്ടോ, ഭക്ഷ്യസുരക്ഷാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം ഏതാ? കുന്നന്താനം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം അല്ലെ, ഒരു കുന്നിന്റെ മുകളിലൊക്കെ നിന്നിട്ട് യോഗ ചെയ്യണതായിട്ടൊക്കെ ഒന്ന് അസ്യൂം ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ അത് കുന്നന്താനം. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് അല്ലെ, നൂറുകണക്കിന് പക്ഷി ഉണ്ടെന്നൊക്കെ ഓർക്കാം. ഇപ്പൊ കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയാണ് അത്, എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഈ ബാലന്മാരൊക്കെ ഇങ്ങനെ കൗതുകത്തോടൊക്കെ നോക്കുന്ന ഓർക്കാം കേട്ടോ. ശിശുക്കളല്ല, ബാലന്മാർ നോക്കുന്ന ഓർക്കാം. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ഏജ് ആയി കഴിയുമ്പോൾ അല്ലെ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പൊ ബാലന്മാരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സ്കൂൾ നഗരം കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ, അപ്പൊ ശിശു വരുമ്പോ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ചോദിക്കുകയാണെങ്കിൽ എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ ആണ് കേട്ടോ, കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. അപ്പൊ നമ്മുടെ നേത്രം എന്ന് പറയുന്നത് ചെറിയൊരു കുളം പോലെയാണെന്നൊക്കെ ഒന്ന് സങ്കല്പിക്കുക അല്ലെ, നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് ഒക്കെ ഒരു ചെറിയൊരു കുളം പോലെ. ചെറുകുളത്തൂർ, കോഴിക്കോട് ജില്ലയിൽ കേട്ടോ, ചെറുകുളത്തൂർ. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാ? വയനാടാണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്
മടിക്കൈയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈ. ആരും മടിക്കാണ്ട് തന്നെ രക്തദാനം ഒക്കെ കൊടുക്കണം എന്നൊക്കെ ഓർക്കാം അല്ലെ? രക്തദാനം ചെയ്യണം എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാടാണ്. നൂറുകണക്കിന് പക്ഷിയുണ്ടെന്ന് ഓർക്കാം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ, കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല നമ്മുടെ വയനാട് ജില്ല. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് മടിക്കൈയാണ്. ഓക്കെ. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കമന്റ് ചെയ്യുക. ഇതേപോലെയുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും മാറി മാറി ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.